അച്ഛാ മയില് നോക്കി അങ്ങോട്ട് പോന്ന് മയില് മയില് ആ തങ്ങമ്മനെ വീട്ടിൽ അതിൽ അങ്ങനെ പോന്നതാ. ഏതായാലും ഓടി വരുന്നു. ചട്ടി ഇട്ടിട്ടുള്ള മീൻ വാങ്ങാനായിരിക്കും. അല്ല ഇപ്പൊ മീൻകാരൻ കൂക്കുന്നേക്കുന്നില്ല. മീൻ വാങ്ങിട്ട് വന്നേ. വലിയ മീനാന്നാ മുറിച്ചിട്ട് വാങ്ങിച്ചോട്ടാ. നിന്റെ അസാദ് ചെവിടല്ല ഇങ്ങോട്ടാ. എന്നാ ഞാൻ മീൻ വാങ്ങിട്ട് വരുന്നച്ചാ. ചട്ടി ഇട്ടിട്ടാ നീ അതെ. എന്ത് മീനാ കിട്ടലോ മാ? ഇവിടെ എന്നാ കറിയാക്കിനെടുത്തി? എടുത്തെന്നാ കറിയാക്കിനിടാ? സാമ്പാറാ? ഞാൻ വേഗം കറിയാക്കി കൊണ്ടുതരാ. മീൻ വാങ്ങി വരുന്ന എല്ലാം അടിപ്പാടിയെ വരില്ല. ആളോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്റെ പണിയാക്കി നോക്കട്ടെ. എന്തും വിലയാണ് മീനെല്ലാം. 150 മീനാണ്. മീനിതാ കേതലാണ്. ഇതാ മുറിച്ചിട്ടെന്നെ വാങ്ങി. വേക്കടുത്ത് കറിയാക്കിക്കോ. ഓക്കെ ഏതെല്ലാം കിട്ടീനി? അതൊരു ടേസ്റ്റ് ഇല്ലാത്ത മീനാണ്. കറി വെക്കണ്ട്. അത് മാത്രമേ ഉണ്ടായിട്ടു. ഏതെല്ലാം പറയില്ല. നല്ല വൃത്തി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലാം ഉണ്ടാവും. അല്ല പിന്നെ പൊരിക്കണം. പൊരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൂട്ടുകൂല്ല. കറിയാക്കിക്കോ. എന്നാ പിന്നെ നമുക്ക് മീൻകറി തയ്യാറാക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് നമ്മുടെ പൊടികളിലൊന്ന് വറുത്തെടുക്കാറുണ്ട്. അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ തക്കാളി ഉണ്ട്, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില, പിന്നെ കുടംപുളി വേണം. അതുപോലെ തന്നെ ആദ്യം നമുക്ക് പൊടികൾ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. കാശ്മീരി ആയതുകൊണ്ട് 1/2 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെറിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി ഇടാം. ഒരു കറിവേപ്പില തണ്ടിടാം. ചൂടായ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് തണിഞ്ഞിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരട്ട്. അപ്പൊ നമ്മുടെ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി, ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, അടുത്ത് നമ്മുടെ തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കുക. നല്ലൊന്ന് വഴറ്റി വരിക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ തക്കാളിയെല്ലാം ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. വീണില്ലേ? അരപ്പിന്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക കട്ട് ചെയ്ത്. അടുത്ത് നമ്മുടെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം നമ്മൾ വാളംപുളി എടുത്തിന്. കുടംപുളി വേണമെങ്കിൽ കുടംപുളി എടുക്കുക. ഓക്കെ, എല്ലാം കൂടെ തിളക്കട്ടെ.
അപ്പൊ നമ്മുടെ മസാല നല്ല വൃത്തി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ച നമ്മുടെ കേതൽ മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കഷ്ണാക്കിയോണ്ടില്ല, അതൊക്കെ ഇന്ന് പണിയൊന്നുമില്ല, വേഗം സംഭവം റെഡിയായി. ചിലവതിന്റെ തൊലികളിയല്ല കേതൽ. പിന്നെ വേവട്ടെ, മസാലക്ക് ഇടുന്നിട്ട് മുങ്ങിക്കുളിച്ച് വേവിട്ട് കുറച്ച് വലിയ കഷ്ണം. അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ആയാ, അപ്പൊ നമ്മുടെ കേതൽ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ചോറ് വയ്ക്കണം. അപ്പൊ ഇനി ആദ്യം നമുക്ക് അച്ഛൻ നമുക്ക് കൊണ്ട് കൊടുക്കാം. ചാറ് വയ്ക്കും. ചാറ് കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറുകുവേ. ഓക്കെ, ഇന്ന് നേരത്തെ കറിയായി. അപ്പൊ അച്ഛൻ എന്നാന്ന് വെണ്ണീരിലായിട്ട് ഇന്നച്ച പരിപാടി? എന്നാ പരിപാടി ഉണ്ടാ? ഇത് അച്ഛന്റെ പരിപാടി ഇതാ കേട്ടാ. അച്ഛൻ ഒരു മിനിറ്റ് ഇതാ വെറുതെ ഇരിക്കൂല. നമ്മ പറയുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് അച്ഛനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പാടില്ല, ഇത് ചെയ്യിപ്പിക്കാൻ പാടില്ല. പക്ഷെ അച്ഛന്റെ പണി ഇത് തന്നെയാ കേട്ടാ. അച്ഛൻ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അച്ഛന്റെ കൃഷിപ്പണിയാണ്. വെറുതെ ഇരിക്കൂല അച്ഛൻ. അച്ഛന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ, എന്നാ പിന്നെ ഇതാടി ഇട്ടാ അത് ഇങ്ങോട്ട് ഞാൻ അമ്മക്കൊണ്ട് കൊടുക്കാതെ. ഓ അച്ഛൻ എന്നെക്കൊണ്ട് ഇത് ആക്കിനി മാന്തിനി. കത്തിയാളെ കൊണ്ട് മാന്തിയത് അച്ഛൻ. അച്ഛന്റെ പരിപാടി ഇതാ വെണ്ണീരിടലാണ് ചെറുങ്ങനെ. അമ്മയിലാടാ, അമ്മയിലേ, അമ്മയിലാടാ. അമ്മ കിടക്കമ്മ. അമ്മ, അമ്മ. ഓ അമ്മ കടന്നുറങ്ങിയെന്ന്. കറിയതാ, കറിയതാ വേണമെന്നില്ലമ്മേ. വേണ്ട, മതി, ദേശം മതി. അമ്മക്ക് അമ്മ എനിക്ക് കുറച്ച് പയറ് കറി തന്നിട്ടുണ്ടേ. ഓക്കെ, എന്നാ പിന്നെ ഞാനും ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കലായി. എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ, ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ കഴിക്കുന്നു കേട്ടോ. ആദ്യം നമ്മുടെ ഇതാ കേതൽ മീൻ കറി. നല്ല കറിയാണേ. നല്ല ആ ചൂട് ഭയങ്കര. അയ്യോ, എൻ്റെ ഒരു കഷ്ണം ഇതാ. കേതൽ മീൻ കൊണ്ട് അച്ചാറിലാക്കല്. നല്ല മാംസമുള്ള മീനാണ്. സ്പീഡ് തോന്നുന്നതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കണ്ട. ഡ്യൂട്ടിക്ക് പോയ സമയമായി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതാ ചെറുപയർ കറി അമ്മ തന്നത്. ചെറുപയറും മീൻകറി.
എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ കേട്ടോ, പെട്ടെന്ന് കഴിക്കട്ടെ. ഓക്കെ.